സോ ഹായ് ഗൈസ്, നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ബാഡ് ന്യൂസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 15 വിത്ത് 1UI7 വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റിൽ രണ്ട് ഫീച്ചേഴ്സ് സാംസങ് റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിനുള്ള സൊല്യൂഷനും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ബാഡ് ന്യൂസ് നോക്കാന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 15 വിത്ത് 1UI7 വരുമല്ലോ. അപ്പോൾ പുതിയ എഡ്ജ് പാനൽസ് ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് സെർച്ചിൽ പോയിട്ട് നമ്മൾ എഡ്ജ് ടൈപ്പ് ചെയ്യുക. EDGE എഡ്ജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജ് പാനൽസ് എന്ന് വരും. എഡ്ജ് പാനൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡ്ജ് പാനൽസ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാനൽസ് എന്ന് കാണും. പാനൽസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാനൽസ് ഉണ്ടാവും. ഇവിടെ എക്സ്ട്രാ വല്ല യൂസ്ഫുള്ളായ പാനൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഗാലക്സി സ്റ്റോറിൽ പോവുക. ഗാലക്സി സ്റ്റോറിൽ പോകുമ്പോൾ ഇവിടെ കുറേ പാനൽസ് കാണാൻ കിട്ടും. നമുക്ക് ഇതിലത്തെ ഏതൊക്കെ പാനൽസാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് അതൊക്കെ ഡൗൺലോഡ് ആക്കി വയ്ക്കുക. ബിക്കോസ് ഈ ആൻഡ്രോയിഡ് 15 ആൻഡ് 1UI7 അപ്ഡേറ്റ് വരുമ്പോൾ പിന്നെ ഈ പാനൽസ് ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമുള്ള പാനൽസ് ഇപ്പോൾ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ സാംസങ് റിമൂവ് ചെയ്യാൻ പോണത് ഡെക്സ് ഫീച്ചറാണ്. ഇപ്പോൾ ഈ ഡെക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇവിടെ നമ്മുടെ ഫോൺ ലാപ്ടോപ്പായിട്ടോ ഇല്ലെങ്കിൽ TV ആയിട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലത്തെ ഫയൽസും നമ്മുടെ ഫോണ് ബേസിക്കലി നമുക്ക് ഡെസ്ക്ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഫീച്ചറും സാംസങ് റിമൂവ് ചെയ്യാൻ പോവാണ് വിത്ത് 1UI7 ആൻഡ് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് ലിങ്ക് ടു വിൻഡോസ് യൂസ് ചെയ്യാം ഡെക്സിൻ്റെ പകരം. ഓക്കെ, കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ പോരാ, അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വരില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്ഡേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെക്സിൻ്റെ ഫീച്ചറൊന്നും പോവില്ല, അതേമാതിരി എഡ്ജ് പാനൽസിൻ്റെ ഡൗൺലോഡിൻ്റെ ഫീച്ചറൊന്നും പോവില്ല എന്ന്. ഞാൻ ഒരു കാര്യം പറയാം, എത്ര കാലം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കും? ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി പാച്ചും അപ്ഡേറ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഭയങ്കര അൺസേഫ് ആവും. അപ്പോൾ നമ്മൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര അൺസേഫ് ആവും ഫോൺ. അപ്പോൾ എന്തായാലും ഒരു പോയിന്റ് നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് റിമൂവ് ആവാൻ പോണത് അതിൻ്റെ സൊല്യൂഷനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്